അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഈസ ഇബ്നു മറിയം ജീവിതവും ദൗത്യവും ആ വിഷയത്തിന്റെ തുടർച്ചയൊന്നാണ്. മൂന്നാമത്തെ ഒരു ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്തോടുകൂടി ആ ഒരു വിഷയം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട ആ ഒരു സന്ദർഭത്തിൽ പറയാൻ വിട്ടൊരു പോയിന്റ് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ ആരംഭിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന രണ്ട് സ്ഥലത്തും സൂറത്ത് ആലി ഇമ്രാനിലും അതേപോലെ തന്നെ സൂറത്ത് മറിയമിലും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ഥലത്തും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാതെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തെ സംബന്ധിച്ച് ജനനം പറഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ അതിനിടയിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതെന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ വായനക്കാരൻ അല്ലെങ്കിൽ അവിടെ ശ്രോതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിപ്പിക്കുകയാണ്. കാരണം ജനനം കൊണ്ട് നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ദൈവമാക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ അതേ രൂപത്തിൽ യഹ്യയുടെ ജനനവും അതേ രൂപത്തിൽ അത്ഭുതമാണ്. യഹ്യ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനവും അതേ സന്ദർഭത്തിൽ സംഭവിക്കുന്നുണ്ട്, അതും മറ്റൊരു രൂപത്തിൽ അത്ഭുതമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് പിതാവില്ലാതെയാണെങ്കിൽ പിതാവാകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ വന്ധ്യയായിട്ടുള്ള ഭാര്യയിലൂടെയാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ സന്ദർഭത്തിൽ ജനിച്ചു വീഴുന്നത്. അതും ഭൗതികമായിട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതും ഒരു അത്ഭുതമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ ആ ഒരു അത്ഭുതം ഞാൻ മറ്റു രൂപത്തിൽ ചെയ്തു എന്ന് മാത്രം. അതൊന്നുകൂടെ ഒരല്പം കൂടെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇമ്രാനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് പിതാവില്ലാതെയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ദൈവസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഈസയുടെ ഉപമ എന്നുള്ളത് ആദമിനെ പോലെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മുമ്പ് ഞാൻ അതേ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അത്ഭുതം അതേ രൂപത്തിൽ മറ്റു രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ പറയുന്നത് പോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവിക പദവിയിലേക്ക് ഉയർത്താനുള്ള ന്യായമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചിന്തിപ്പിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത് രണ്ടാമത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നു. അതിനുശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പരസ്യ പ്രബോധനം ഒറ്റക്ക് ആരംഭിക്കുകയാണ്. ഇസ്രായേലിയത്ത് സ്രോതസ്സുകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ 30-ാമത്തെ വയസ്സ് മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങുകയാണ്. ശക്തമായിട്ടുള്ള ആ സമൂഹത്തെ തൗറാത്തിന്റെ യഥാർത്ഥ പാതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പരസ്യ പ്രബോധനം ആരംഭിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇഞ്ചീൽ നൽകി. ഇഞ്ചീൽ മാത്രമായിരുന്നു മറിച്ച് ജീവിക്കുന്ന തൗറാത്ത് കൂടെയായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൂറത്ത് ആൽ ഇംറാന്റെ 48-ാമത്തെ വചനത്തിൽ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത്ത വൽ ഇൻജീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് പറഞ്ഞതിന് ശേഷമാണ് ഇൻജീൽ പറയുന്നത്. മറിച്ച് അതായത് തൗറാത്തും ഇൻജീലും ഒരേ രൂപത്തിൽ ഞാൻ അദ്ദേഹത്തിനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആ യഥാർത്ഥത്തിലുള്ള തൗറാത്തിന്റെ പാതയിലേക്ക് ആ സമൂഹത്തെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിച്ചു. അവരോട് പറഞ്ഞു, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത്. എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത്. നേരത്തെ ഞാൻ ബൈബിൾ പറഞ്ഞു, അതായത് ഞാൻ നിയമങ്ങൾ തിരുത്താൻ അല്ലെങ്കിൽ മാറ്റാനല്ല വന്നത്, മറിച്ച് നിവർത്തിപ്പാൻ എത്ര എന്നെ നിയോഗിക്കപ്പെട്ടതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നൽകിയ തൗറാത്ത് ആ ജനത എല്ലാ അർത്ഥത്തിൽ അത് വികലമാക്കിയിരുന്നു, അവർ തിരുത്തപ്പെട്ടിരുന്നു എന്നുള്ളത്. അവർക്ക് അനുകൂലമായത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അവർ വെട്ടിമാറ്റി കൂട്ടിച്ചേർക്കലുകൾക്കും വെട്ടിത്തിരുത്തലുകൾക്കെല്ലാം അവർ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിലേക്ക് വരുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പലിശയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പലിശ അവർ ഹലാലാക്കിയതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹറാമാക്കി, പക്ഷേ അവരതിനെല്ലാം വെട്ടിമാറ്റി പലിശയെല്ലാം സജീവമായിട്ട് ആ സമൂഹത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. പലിശ മാത്രമല്ല, അതേ രൂപത്തിൽ അവർ വികലമായിട്ടുള്ള നിരവധി ചിന്താഗതികൾ, ഞങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ട സമുദായം, മറ്റുള്ള ആളുകൾ മുഴുവൻ വിവരം കെട്ട ആളുകളാണ്, ആ വിവരം കെട്ട ആളുകളെ നമുക്ക് ഉപദ്രവിക്കാൻ ചൂഷണം ചെയ്യാം, അതിന്റെ പേരിൽ ദൈവം ഞങ്ങളെ ശിക്ഷിക്കില്ല. ആ രൂപത്തിലായിരുന്നു ആ സമൂഹം ചിന്തിച്ചത്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 75-ാമത്തെ വചനത്തിൽ വമിൻ അഹ്ലിൽ കിതാബി മൻഹു ബിഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വേദക്കാരിൽപ്പെട്ട ആളുകൾ, എല്ലാ ആളുകളും ആ രൂപത്തിലല്ല, മറിച്ച് നിങ്ങളൊരു സ്വർണ്ണ കൂമ്പാരം നിങ്ങൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാലും അത് തിരിച്ചു നൽകുന്ന ആളുകളും അവർക്കിടയിലുണ്ട്.
അതായത് മുഴുവൻ ആളുകൾ അങ്ങനെയല്ല, മറിച്ച് ന്യൂനപക്ഷ ആളുകൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം അടിയുറച്ച് ജീവിക്കുന്ന ന്യൂനപക്ഷം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതേ സന്ദർഭത്തിൽ അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ട് കവരുന്ന മറ്റൊരു വലിയ വിഭാഗം അവർക്കുണ്ടായിരുന്നു. അവരുടെ ന്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക ബിഅന്നഹും ഖാലു ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ. അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളോട് നമുക്ക് എന്തും ചെയ്യാന്നുള്ളതാണ്. ഉമ്മീൻ എന്നുള്ള പദം മദീനയിലുള്ള ജൂതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആക്ഷേപിച്ച് വിളിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദമാണ് ഉപയോഗിക്കുന്നത്. അക്കാലഘട്ടത്തിലുള്ള ഇസ്രായേലർ അവർ പറയാണ്, ആ വിവരമില്ലാത്ത ആളുകളെ നമുക്ക് ചൂഷണം ചെയ്യാം, അവരെ പറ്റിക്കാം, അതിന്റെ പേരിൽ ദൈവം നമ്മളെ ശിക്ഷിക്കില്ല. ആ രൂപത്തിലായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വയഖൂലുന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അള്ളാഹുവിന്റെ പേരിൽ അവർ അറിഞ്ഞുകൊണ്ട് കളവ് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് അവരെ വിമർശിക്കുന്നതെല്ലാം ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ രൂപത്തിൽ അവരെല്ലാം യഥാർത്ഥത്തിലുള്ള തൗറാത്തിന്റെ നിയമങ്ങളെല്ലാം അവർ മാറ്റിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. തൗറാത്ത് കൈയൊഴിഞ്ഞ മതപൗരോഹിത്യം എന്താണോ പറയുന്നത് അത് അതേ രൂപത്തിൽ സ്വീകരിക്കുന്ന ഒരു ജനതയായിട്ട് അവർ മാറി. അപ്പൊ നമ്മൾ കാലിനനുസരിച്ച് ചെരുപ്പ് മുറിക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ജനതയുടെ വൈകല്യത്തിനനുസരിച്ച് അവർ തൗറാത്ത് വെട്ടിമാറ്റാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അവിടെയുള്ള പാവങ്ങൾക്കൊരു നിയമം, പണക്കാർക്ക് മറ്റൊരു നിയമം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത നിയമങ്ങളെല്ലാം പാവങ്ങൾക്ക് മീതെ അടിച്ചേൽപ്പിച്ച് അവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമാക്കി തീർക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവണതയായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ അവിടെ നിലനിന്നിരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബനു ഇസ്രായേലരുടെ പിഴവുകൾ ഓരോന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? സാന്ദർഭികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തായിട്ടുള്ള നമുക്ക് അതിൽ നിന്നും നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അല്ലാഹു വല നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഇസ്രായേലർക്ക് പറ്റിയ പല തെറ്റുകളും അപ്പടിയും അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഉമ്മത്തിലെ ഭൂരിഭാഗം ആളുകളും അതേ രൂപത്തിൽ പകർത്തിയതായിട്ട് കാണാൻ സാധിക്കും. ദൗർഭാഗ്യവശാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് പ്രതാപം നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഞങ്ങൾ മാത്രമാണ് ശരി, ബാക്കിയുള്ള ആളുകളെല്ലാം തെറ്റ്. അതേ രൂപത്തിൽ ചിന്തിക്കപ്പെടുന്ന എത്ര ആളുകളുണ്ട്? എന്റെ പാത അല്ലെങ്കിൽ എന്റെ സംഘടന അല്ലെങ്കിൽ ഇത് മാത്രമാണ് ശരി, എന്റെ ആളുകൾ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കൂ, മറ്റുള്ള ആളുകളെല്ലാം വഴിപിടിച്ചവരാണെന്ന് അതേ ചിന്താഗതി നമുക്കിടയിൽ വെച്ചു പുലർത്തുന്ന ആളുകളില്ലേ? അതേപോലെ തന്നെ ബനു ഇസ്രായേലരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സഫിൽ മസലുല്ലദീന ഹുമിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്നവരെ വിശേഷിപ്പിച്ചു. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണ്? കേവലം ഖുർആൻ അകത്ത് എന്താണ് പറയുന്നതെന്ന് അറിയാത്ത ഭൂരിപക്ഷമാണ് നമ്മുടെ ഉമ്മത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെട്ട ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ പരസ്പരം രക്തം ചിന്തരുത്. ആ രക്തം ചിന്ത, അതായത് മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, പരസ്പരം രക്തം ചിന്തുന്ന അതേ തെറ്റ് നമ്മൾ ആവർത്തിച്ചിട്ടില്ലേ? പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മൾ പരിശുദ്ധ ഖുർആൻ അവര് തൗറാത്ത് തിരുത്തിയെങ്കിൽ പരിശുദ്ധ ഖുർആന് തിരുത്താൻ മാത്രം നമുക്ക് സാധ്യമല്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംരക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം അത് തൊടാൻ കഴിഞ്ഞില്ല. ബാക്കി അവരുടെ തെറ്റുകളെല്ലാം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഉമ്മത്തും ആവർത്തിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അവരുടെ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ അത്രയേറെ ബനു ഇസ്രായേലിന്റെ ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം. ഏതായിരുന്നു അത് മറ്റൊരു വിഷയം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരം തുടരുകയാണ്. വലി ഉഹില്ല ലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും, നിങ്ങൾക്ക് വിലക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുമതി നൽകാൻ വേണ്ടി കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലത്ത് ഹറാമാക്കിയിട്ടുള്ള തൗറാത്തിൽ ഹറാമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഹലാലാക്കാൻ, അതല്ലെങ്കിൽ സ്വയം നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മീതെ ഹറാമാക്കി ജീവിതത്തെ പ്രയാസപ്പെടുത്തിയതെല്ലാം നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആർക്കെതിരെയാണ് ഈ സംസാരിക്കുന്നത്? ജീവിതം മുഴുക്കെ മതപുരോഹിതന്മാരായിട്ട് ആ സമൂഹം ആദരിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഇത്ര ശക്തമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത്. അവരുടെ മുഖത്ത് നോക്കി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിശക്തമായിട്ട് അവരെ പരസ്യമായിട്ട് വിമർശിക്കുകയാണ്. അതും ഒരു ചെറുപ്പക്കാർ അവര് വെല്ലുവിളിക്കുക, ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുപോവാ. തൗറാത്തിൽ അവർ നടത്തിയ തിരുമറികളെല്ലാം അദ്ദേഹം കയ്യോടുകൂടെ അവരുടെ മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ പിടികൂടാൻ. അതും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിൽ അവരുടെ കീഴിൽ പഠിച്ച ഒരാൾ കൂടെയല്ല, മറിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു യുവാവായിട്ടുള്ള ആള്
ആ നാട്ടിൽ അവർക്ക് കീഴിൽ പഠിച്ചിട്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പഠിപ്പിച്ചതാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത്ത വൽ ഇൻജീൽ, നേരത്തെ പറഞ്ഞു. ആ രൂപത്തിൽ ഒരാൾ വന്ന് ഇതേ രൂപത്തിൽ ശക്തമായിട്ട് വിമർശിക്കുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള റാബായിമാരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കും എന്നുള്ളതാണ്. അവിടെയുള്ള ജൂത പുരോഹിതന്മാരെ അങ്ങേയറ്റം ചൊടിപ്പിച്ചു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ രൂപത്തിൽ പ്രബോധനത്തിന് ഇറങ്ങിയത്. ഇതാരാണ്? ഈ ഒരു ഇത്രയും കാലം നമ്മൾ അറിയാത്ത ഒരു യുവാവ് വന്നിട്ട് ഈ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മളെ ഇതേ രൂപത്തിൽ അപമാനിക്കുന്നത് അവർക്ക് സഹിച്ചില്ല എന്നുള്ളതാണ്. അതിശക്തമായിട്ടുള്ള വിമർശനം മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്ന അക്കാലഘട്ടത്തിലുള്ള റാബായിമാരോട് അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ച മനോഹരമായിട്ടുള്ള ചില കോട്ടുകൾ കാണാൻ സാധിക്കും. യാ ഉലമാ ഉസ്സൂ, വഴിപിടച്ച ഉലമാക്കളെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ജഅൽതുമുദ് ദുനിയ അലാ റൂസിക്കും വൽ ആഖിറതു തഹ്ത അഖ്ദാമിക്കും. നിങ്ങൾ നിങ്ങളുടെ തലയിൽ, ദുനിയാവിനെ നിങ്ങൾ തലയിൽ വെച്ചിരിക്കുകയാണ്, അതേ സന്ദർഭത്തിൽ ആഖിറത്തിനെ നിങ്ങൾ കാൽനടിയിലാണ് വെച്ചിരിക്കുന്നത്. ഖൗലുക്കും ഷിഫ, നിങ്ങളുടെ വാക്കുകൾ ശമനാണ്. വഅമലുക്കും ദാ, അതേ സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രവൃത്തികൾ രോഗമാണ്. മനോഹരമായിട്ടുള്ള പദങ്ങൾ. അതായത് നിങ്ങളുടെ വാക്കുകൾ ശമനാണ്, പക്ഷെ അതേ സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രവൃത്തികൾ രോഗമാണ്. കാരണം വാക്കും പ്രവൃത്തിയും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. മസലുക്കും മിസ്ലു ഷജറ, നിങ്ങളുടെ ഉപമ എന്നുള്ളത് മനോഹരമായിട്ടുള്ളൊരു വൃക്ഷത്തെ പോലെയാണ്. തുഅജിബു മിൻ റഅഹ, ആ വൃക്ഷത്തെ കണ്ട ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. അതിമനോഹരമായിട്ടുള്ള ഒരു വൃക്ഷമാണ് നിങ്ങളുടെ ഉപമ. ആ വൃക്ഷം കണ്ട ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. വതഖ്തുൽ മുൻ അകലഹ, ആ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ച ആളുകളെല്ലാം മരണപ്പെട്ടു എന്നുള്ളത്. കാരണം ആ വൃക്ഷം നൽകുന്ന ഫലങ്ങളെല്ലാം വിഷമുള്ള അല്ലെങ്കിൽ വിഷ ഫലങ്ങളാണ് ആ വൃക്ഷം നൽകുന്നത്. അതേ രൂപത്തിലാണ് നിങ്ങളുടെ ഉപമ എന്നെല്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിലുള്ള പുരോഹിതന്മാരെ സംബന്ധിച്ച് സംസാരിക്കുന്നതല്ല. ഉപമകളിലൂടെ, മനോഹരമായിട്ടുള്ള ഉപമകൾ ബൈബിളിലൂടെ നീളം കാണാൻ സാധിക്കുന്നുള്ള. അപ്പൊ ആ രൂപത്തിൽ ആ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരുന്നു എന്നുള്ള. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇത്രയും കാലം ഭൂരിപക്ഷം വരുന്ന ആ ബനു ഇസ്രായേൽ പുരോഹിതന്മാരെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ ഒന്നടങ്കം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തിരിഞ്ഞു. അവരവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ മുഴുവൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടി അവർ പരിശ്രമിക്കാൻ. പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ 3 വിഭാഗം ആളുകളായിരുന്നു ആ ഒരു കാലഘട്ടത്ത് ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വിഭാഗം, അതാണ് സമൂഹത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ട ഒരു വിഭാഗം. അവര് ഞങ്ങൾ തൗറാത്തിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ട ആളുകളായിരുന്നു അവര്. പക്ഷേ തൗറാത്തായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഭാഗം. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് മക്കയിലുള്ള ഖുറൈശികളെ പോലെ അവര് കഅബ അവര് സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത സന്ദേശങ്ങളായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല. ആ തൗഹീദിനെ അവർ മാറ്റിമറിച്ചു. അതേ രൂപത്തിലുള്ള ഒരു ജനതയായിരുന്നു അവിടെ ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ വിഭാഗം. അവർ മരണാനന്തര ജീവിതത്തിലൊന്നും അടിയുറച്ച് വിശ്വസിക്കാത്തതായിട്ടുള്ള ഒരു വിഭാഗം. അതായത് പേരിന് മാത്രം വിശ്വാസം, തൗറാത്തിന്റെ അനുയായികളാണെന്നെല്ലാം അഭിമാനിക്കുന്ന ഒരു വിഭാഗം. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഫരിസേയർ, അതായത് തൗറാത്തിന്റെ അനുയായികളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ, പക്ഷേ അവര് തൗറാത്ത് മുഴുവൻ മാറ്റി എഴുതിയ ആളുകൾ. ജനങ്ങൾക്ക് അനുകൂലമായത്, അതായത് അവർക്ക് അനുകൂലമായത് മാത്രം തൗറാത്തിനെ നിർത്തി മറ്റുള്ളതെല്ലാം എടുത്തു മാറ്റി തൗറാത്തിനെ അവർ വികലമാക്കിയ ആളുകൾ. അതാണ് ഫരിസേയർ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം. മൂന്നാമതായിട്ട് അവിടെ കടന്നു വരുന്ന വിഭാഗം, അവിടെയുള്ള ആ റോമൻ സാമ്രാജ്യം, ഞാൻ പറഞ്ഞു റോമക്കാർക്ക് കീഴിലാണ് അവർ ജീവിക്കുന്നത്, അവർക്കെതിരെ നമ്മൾ വിപ്ലവം നയിക്കേണ്ടതുണ്ട്, ആ രൂപത്തിൽ ചിന്തിക്കുന്ന മൂന്നാമത്തെ വിഭാഗം. ആ രൂപത്തിലുള്ള 3 ജനവിഭാഗങ്ങളായിരുന്നു ആ സന്ദർഭത്തിൽ ബനു ഇസ്രായേൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ 3 വിഭാഗം ആളുകളെയും അതിശക്തമായിട്ടുള്ള ഭാഷയിൽ, അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആ സമൂഹത്തിലേക്ക് ഇറങ്ങി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വിമർശിക്കുന്നതായിട്ടെല്ലാം നിലവിലുള്ള ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അവരെ താക്കീത് ചെയ്യുന്ന പദങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിലെ 23-ാമത്തെ അധ്യായത്തിലെ 13 മുതലുള്ള മനോഹരമായിട്ടുള്ള ആ വചനം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിലേക്ക് ഇറങ്ങി അവരോട് സംസാരിക്കുകയാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം നിങ്ങൾ അടച്ചു കളയുന്നു, നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അതിലേക്ക് കടക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ആളുകളെ നരക സന്തതികളാക്കി തീർത്തിരിക്കുകയാണ്. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം നിങ്ങൾ വെടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ അകം കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള പദങ്ങൾ.
അന്ധരായ മാർഗദർശകളെ, കൊതുകിനെ നിങ്ങൾ തരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. മനോഹരമായിട്ടുള്ള ഉപമ. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ച് വലിയ വലിയ കാര്യങ്ങൾ നിസ്സാരമായിട്ട് അവഗണിക്കുന്ന ജനതയായിട്ട് നിങ്ങൾ തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോവർബ് ഉണ്ട്, അതായത് കൊതുകിനെ വേട്ടയാടുന്ന തിരക്കിനിടയിൽ ആന രക്ഷപ്പെട്ടു, അങ്ങനെ പറയാറുണ്ട്. ഇതെല്ലാം ബനു ഇസ്രായേലരോടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത്. ഈ ഒരു പ്രവണത നമ്മളിലൊന്ന് നമ്മൾ സ്വയം കണ്ണാടിയിലേക്ക് നോക്കുക. ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടോ? ചെറിയ കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ച് വലിയ കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്ന, അത് ബനു ഇസ്രായേലിന്റെ കുഴപ്പമായിട്ടാണ് ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത്. ചെറിയ ചെറിയ ഫിഖ്ഹി വിഷയങ്ങളിലെല്ലാം ശക്തമായിട്ട് അതിലേക്കെല്ലാം ഫോക്കസ് ചെയ്ത് അതേ സന്ദർഭത്തിൽ വലിയ വലിയ വിഷയങ്ങൾ വളരെ നിസ്സാരമായിട്ട്, അത്തരം ആളുകൾ ശ്രദ്ധിച്ചോക്ക്, അത്തരം ആളുകൾ കച്ചവട കാര്യത്തിൽ അവർക്ക് അള്ളാഹനെ ഭയം ഉണ്ടാവില്ല. അതേ സന്ദർഭത്തിൽ പരസ്യമായിട്ട് സ്റ്റേജുകളിൽ കയറിയെല്ലാം സ്വന്തം സഹോദരന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുന്ന രൂപത്തിൽ അവര് അയ്ബത്തും നമീമത്തും, അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ അങ്ങേയറ്റം ഫോക്കസ് ചെയ്യുന്ന ആൾ, അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. ആ രൂപത്തിൽ നിങ്ങൾ ആയിത്തീർന്നു. അദ്ദേഹത്തിന്റെ സംസാരം തുടരുകയാണ്, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ അലങ്കരിച്ച ശവക്കല്ലറകൾ പോലെയാണ്. പുറമേക്ക് നിങ്ങൾ മനോഹരാണ്, പക്ഷെ അവക്കകത്ത് അസ്ഥിക്കൂടവും മാലിന്യമാണ്. മനോഹരമായിട്ടുള്ള ഉപമ. അതായത് ആത്മീയമായിട്ടുള്ള ആ സമൂഹത്തിന്റെ അധപ്പതനാണ് ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. നിങ്ങൾ അലങ്കരിച്ച ശവകുടീരങ്ങളെ പോലെയാണ്, പുറമേക്ക് മനോഹരാണ്, പക്ഷെ അകത്തുള്ളത് മുഴുവൻ അസ്ഥിക്കൂടവും മാലിന്യവുമാണ്. നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞു, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹം വധിച്ചു. സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? അതാണ് വചനത്തിന്റെ അവസാനം. എത്ര തവണയാണ് നിങ്ങൾക്ക് ദുരിതമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവർത്തിക്കുന്ന ശാപവാക്കുകൾ. അന്ധവിശ്വാസികളായ അക്കാലത്തുള്ള ആളുകളെ, അവിശ്വാസികളായിട്ടുള്ള അക്കാലത്തുള്ള ആളുകളെ അതിശക്തമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുദീർഘമായിട്ടുള്ള ശാപവാക്കുകളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അപ്പൊ അവര് ഗ്രന്ഥത്തിൽ തൗറാത്ത്, യഥാർത്ഥ തൗറാത്തിന് അവര് തിരിമറി നടത്തിയത് നിലവിലുള്ള ബൈബിൾ തന്നെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ യിരെമ്യാവിന്റെ പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനം, അതിൽ അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്ന ഒരു വചനം, ഞങ്ങൾ ജ്ഞാനികൾ യഹോവയുടെ ന്യായപ്രമാണം, അതായത് തൗറാത്ത് ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോലുകൾ അതിനെ വ്യാജമാക്കി തീർത്തു. അതായത് യഥാർത്ഥത്തിലുള്ള തൗറാത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം നിങ്ങൾക്കിടയിലുള്ള പുരോഹിതന്മാരുടെ എഴുത്തുകോലുകൾ അതിനെ വ്യാജാക്കി, അതായത് നിരവധി കൂട്ടിച്ചേർക്കലുകൾക്ക് നിങ്ങൾ വിധേയമാക്കി യഥാർത്ഥത്തിലുള്ള തൗറാത്തിനെ നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ബൈബിളിൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയസ്തറൂ ബിഹി സമനൻ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാര്യമാണ് പറയുന്നത്. സ്വന്തം പേരിൽ, അതായത് സ്വന്തം ഓരോന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അള്ളാഹിന്റെ മേലിൽ ആരോപിക്കപ്പെട്ട ബനു ഇസ്രായേലിന്റെ കുറ്റം അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇതേ രൂപത്തിൽ അതിശക്തമായിട്ടുള്ള ഭാഷയിലെല്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി അവരെ വിമർശിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് ആ സമൂഹത്തിലുള്ള പുരോഹിതന്മാർ മുഴുവൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ തിരിയാൻ തുടങ്ങി. അവരില്ലാത്ത നിരവധി ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി അവിടെയുള്ള റോമൻ ഭരണകൂടത്തെ അവർ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പൊ റോമൻ ഭരണകൂടത്തിന് കീഴിൽ ആ സന്ദർഭത്തിൽ ജൂതന്മാരുടെ ഭരണാധികാരിയായിട്ട് ജെറൂസലേമിൽ ഉണ്ടായിരുന്നത് പിലാത്തോസാണ്. കാണാൻ സാധിക്കും. അതായത് നേരത്തെ പറഞ്ഞു, ഹെരോദസ് രാജാവ് മരണപ്പെട്ടതിന് ശേഷം പിന്നീട് റോമക്കാർ ജൂതന്മാർക്ക് വേണ്ടി ഭരണാധികാരിയായിട്ട് ജെറൂസലേമിൽ നിശ്ചയിച്ചു കൊടുത്തത് പിലാത്തോസിനെയാണ്. അപ്പൊ ആ പിലാത്തോസിന്റെ മുമ്പിലേക്ക് നിരവധി ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആ സമൂഹത്തിലുള്ള ഭൂരിപക്ഷ ആളുകൾ, അവിടെയുള്ള പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നിരവധി ഇല്ലാത്ത ആരോപണങ്ങൾ പടച്ചുവിടാൻ തുടങ്ങി. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അവർ കാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോകുന്ന ആ സമ്പ്രദായത്തെ മുഴുവനും ഇയാൾ വന്നിട്ട് ചോദ്യം ചെയ്യാൻ. അവർക്ക് തൗറാത്തിൽ പിന്നീട് ഒരു തിരുമറി നടത്താൻ കഴിയുന്നില്ല. കാരണം അതെല്ലാം കയ്യോടെ പിടികൂടുകയാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്ന തൗറാത്തേന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് ജീവിക്കുന്ന ഖുർആൻ, അതേ രൂപത്തിൽ ആ സമൂഹത്തിന് മുമ്പിൽ ജീവിക്കുന്ന തൗറാത്തായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ
34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിലുള്ള പുരോഹിതന്മാരെ സംബന്ധിച്ച് ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാനി ലയകുലൂന അംവാലൻ നാസ ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വേദക്കാരിൽപ്പെട്ട പല പുരോഹിതന്മാരും അന്യായമായിട്ട് ജനങ്ങളുടെ മുതൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ദൈവീക പാതയിൽ നിന്നും അവർ വഴിതെറ്റിക്കുന്നതെന്നെല്ലാം പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. അവിടെയും നമ്മുടെ ഉമ്മത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇതേ രൂപത്തിൽ പണത്തിന് വേണ്ടി മതം വിൽക്കുന്ന പുരോഹിതന്മാർ, അതല്ല ഞാൻ പറഞ്ഞു, ബനു ഇസ്രായേലിന്റെ തെറ്റുകളെല്ലാം നമ്മുടെ ഉമ്മത്ത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നിരവധി പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രമെല്ലാം അവിടെ പറയാനുള്ള കാരണം. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മീതെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് അവര് റോമൻ ഭരണകൂടത്തിന്റെ കീഴിലുണ്ടായിരുന്ന അവിടെയുള്ള ഭരണാധികാരിയെ അവർ സ്വാധീനിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നശിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അവിടെയാണ് നമ്മൾ വീണ്ടും പരിശുദ്ധ ഖുർആൻ, നമ്മൾ സൂറത്ത് ആൽ ഇമ്രാനാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് ആൽ ഇമ്രാന്റെ അടുത്ത ആയത്ത് 52-ാമത്തെ ആയത്ത്, 52-ാമത്തെ വചനത്തിൽ ഫലമ്മ അഹസ്സ ഈസ മിൻഹുമുൽ കുഫ്ര ഖാല മൻ അൻസ്വാരി ഇലല്ലാഹ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മീതെ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ വധിക്കാനുള്ള ആ ശത്രുക്കളുടെ ഗൂഢശ്രമം അത് കഠിനമായ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അത് അറിഞ്ഞ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ആരാണ് എന്നെ സഹായിക്കുക? മൻ അൻസ്വാരി ഇലല്ലാഹ്, ആരാണ് എന്നെ സഹായിക്കുക? ആ സന്ദർഭത്തിൽ ഹവാരികൾ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ, സ്വഹാബികളെ വിളിച്ചിരുന്നത് ഹവാരികൾ എന്നുള്ളതാണ്. പ്രവാചകന്റെ സ്വഹാബികളെ പോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വഹാബികൾ അറിയപ്പെട്ടത് ഹവാരികൾ. ഹവാരികൾ എന്നുള്ള പദത്തിന് നിരവധി വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയതായിട്ട് കാണാൻ സാധിക്കും. ആ പദത്തിന്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. 12 ആളുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ 12 ആളുകളോട് ഈസാ നബി അലൈഹി ഈ രൂപത്തിൽ ചോദിച്ച സന്ദർഭത്തിൽ അവർ മറുപടി പറഞ്ഞു, ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറുല്ലാഹ്, അള്ളാന്റെ സഹായികളായിട്ട് ഞങ്ങൾ ഉണ്ടാകും. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അതായത് എന്നെ ആര് സഹായിക്കും എന്നാണ് ചോദിച്ചത്. അവർ പറഞ്ഞു ഞങ്ങൾ അള്ളാന്റെ സഹായികളായിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്തുടരുക എന്നുള്ളത് അള്ളാഹുവിനെ പിന്തുടരുകയാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, അള്ളാഹിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സഹായിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു ഖാലൽ ഹവാരിയൂന നഹ്നു അൻസ്വാറുല്ലാഹ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇസ്രായേലിയാത്ത് സ്രോതസ്സുകൾ നമ്മൾ വെച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ബൈബിൾ വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, റോമൻ ഭരണകൂടത്തിന് കീഴിൽ അവിടെ ജെറൂസലേമിൽ ജൂതന്മാരുടെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നത് പിലാത്തോസാണ്. ആ പിലാത്തോസ് ആ സമൂഹത്തിലുണ്ടായിരുന്ന ജൂത റാബായിമാരുടെ എല്ലാം ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം വിശ്വസിച്ച് അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അന്വേഷിക്കുന്നു. ആ സന്ദർഭത്തിൽ ഈസാ നബി, ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ശിഷ്യന്മാരോടൊപ്പം ഹവാരികളോടൊപ്പം അവസാനമായിട്ട് ആ പെസഹ അവസാനത്തെ അത്താഴെല്ലാം കഴിച്ച് അദ്ദേഹം തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരുന്നു. ആ സന്ദർഭത്തിൽ അതെല്ലാം ബൈബിളിലുള്ള കാര്യമാണ്. പിന്നീട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിലേക്ക്, ഗത്സമേന എന്നറിയപ്പെടുന്ന ഒരു തോട്ടത്തിലേക്ക് കയറാണ്. ആ തോട്ടത്തിൽ വെച്ച് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, അതായത് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലെ 39-ാമത്തെ വചനം എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണേ. അതായത് ഈ രൂപത്തിൽ, അതായത് അവര് ആ കുറ്റം അവര് തീർച്ചയായിട്ടും കുരിശിലേറ്റു. അപ്പൊ ആ ഒരു കുരിശിനെയാണ് പാനപാത്രം എന്നുള്ളത് വിവക്ഷിക്കുന്നത്. എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദിലെ കടന്ന് യഹോവയോട്, അള്ളാഹു സുബ്ഹാനഹു പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ കാണാൻ സാധിക്കും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം യഥാർത്ഥത്തിൽ വിശ്വാസം ഉറക്കാത്തതായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് യൂദ അല്ലെങ്കിൽ യൂദാസ് എന്നാണ് കാണാൻ സാധിക്കുക. അദ്ദേഹം 30 വെള്ളിക്കാശിന് റോമൻ പടയാളികൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഒറ്റിക്കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണിച്ചുതരാം എവിടെയാണ് ആളുള്ളത്, ആരാണെന്നെല്ലാം ഞാൻ കാണിച്ചുതരാം. ഒറ്റുകാരനായിട്ടുള്ള യൂദ അവർക്ക് അടയാളം നൽകി. ബൈബിളിൽ വായിക്കാൻ സാധിക്കും. എന്താണെന്ന് അദ്ദേഹം നൽകിയ അടയാളം എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ എത്തുന്ന സന്ദർഭത്തിൽ ഞാൻ ഒരാളെ ചുംബിക്കും, അയാളായിരിക്കും നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി. അങ്ങനെ ആ രൂപത്തിലൊരു അടയാളെല്ലാം നൽകി അവര് യേശുവിനെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അന്വേഷിച്ചു വരികയാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഈ ഒരു അനുയായിയാണെന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി ചെയ്ത ചതി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞു. സ്വാഭാവികമായിട്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി മുഖേന അറിയിച്ചു കൊടുത്തിരിക്കണം. അല്ലാഹു അലം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലെ
24-ാമത്തെ വചനത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, മനുഷ്യപുത്രനെ, പ്രത്യേകം ശ്രദ്ധിക്കുക വചനം, മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായേനെ. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, പ്രത്യേക അടിവരയിടേണ്ട വചനം. മനുഷ്യപുത്രനെ, ദൈവപുത്രൻ എന്നല്ല പറഞ്ഞത്, മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം, അവന് ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായേനെ. ഈ വചനത്തിന്റെ പൂർത്തീകരണമാണ് പിന്നെ നമ്മൾ കുരിശിൽ കാണുന്നത്. ഏതായിരുന്നാലും ഒറ്റുകാരൻ യൂദ ആ റോമൻ പടയാളികളുമായിട്ട് യേശുക്രിസ്തു ആ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ, പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു മതത്തിലുള്ള ആളുകൾ 4 സുവിശേഷങ്ങൾ തമ്മിൽ നമുക്കറിയാം നിരവധി ശക്കിലാണ്. യഥാർത്ഥത്തിൽ 4 വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് പിന്നീട് അങ്ങോട്ട് സുവിശേഷങ്ങളെല്ലാം നൽകുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇന്റെ 157-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൗലിഹിം അന്നാ ഖതൽനാ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മറിയമിന്റെ മകനും ദൈവദൂതനുമായിട്ടുള്ള ഈസാ മസീഹിനെ വധിച്ചു എന്നവർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണു, വമാ ഖതലൂഹു, അവർ വധിച്ചിട്ടില്ല, അവർ ക്രൂശിച്ചിട്ടുമില്ല, അവർക്ക് സത്യം തിരിച്ചറിയപ്പെടാതെ പോയി. ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു വമാ ഖതലൂഹു യഖീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് യഥാർത്ഥത്തിലുള്ള വിവരം അവർക്ക് ലഭിക്കാതെ പോയി, അവരതിൽ സംശയത്തിലാണ്. ഒരു കാര്യം തീർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖതലൂഹു യഖീന, തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവർ വധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആന്റെ ആ വിവരണത്തോട് ഏറെ യോജിക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന ഒരു സുവിശേഷം, യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യൻ. നമുക്കറിയാം ഈ നിലവിലുള്ള 4 പുതിയ നിയമത്തിലുള്ള 4 സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 ആളുകളുടെ സുവിശേഷം, ആ 4 ആളുകൾ യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നോ, അവർ നേരിട്ട് യേശുവിനെ കണ്ട ആളുകളാണോ എന്നുള്ളതിലെല്ലാം ക്രൈസ്തവ പണ്ഡിതന്മാർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇവിടെ പറയപ്പെട്ട, അതായത് ബർണബാസ് എന്നറിയപ്പെടുന്ന യേശുവിന്റെ നേരിട്ടുള്ള ഒരു ശിഷ്യൻ, അദ്ദേഹം രചിക്കപ്പെട്ട ഒരു സുവിശേഷമുണ്ട്, ബർണബാസിന്റെ സുവിശേഷം. അത് ഏതായാലും ദൗർഭാഗ്യവശാൽ ക്രൈസ്തവർ അപ്പോക്രിഫയായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് ബർണബാസിന്റെ, അതായത് കാനോനികമല്ലാത്ത, അതായത് ആധികാരികമല്ലെന്ന് ക്രൈസ്തവര് തള്ളിക്കളഞ്ഞൊരു ഗ്രന്ഥമാണ് ബർണബാസിന്റെ സുവിശേഷം. എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞതെന്ന് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ബർണബാസ് ഏതായാലും യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള ശിഷ്യനാണ്. അദ്ദേഹം ഒരു സുവിശേഷം രചിച്ചിട്ടുണ്ട്. ആ സുവിശേഷം പിന്നീട് നമ്മൾ കണ്ടെടുത്തു. അതിന്റെ മലയാള പരിഭാഷ ഇംഗ്ലീഷിലും മലയാളത്തിലേക്കെല്ലാം അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഒരു കൊച്ചു ബുക്ക്, ബർണബാസിന്റെ സുവിശേഷം എന്ന പേരിൽ ഒരു ബുക്ക് തന്നെ കാണാൻ സാധിക്കും. അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം നൽകുന്ന മനോഹരമായിട്ടുള്ള ചിത്രം, അതിന്റെ 214 മുതൽ 216 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹം പറയുന്നത്, ഈ അതായത് യൂദാസ് 30 സ്വർണ്ണക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ, റോമൻ പടയാളികൾക്ക്, റോമക്കാർക്ക് ഒറ്റിക്കൊടുക്കാൻ. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിന്റെ താമസ സ്ഥലം കാണിച്ചു തരാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരാളെ യജമാനൻ എന്ന് വിളിക്കും, ആ യജമാൻ എന്ന് വിളിക്കുന്ന, മാസ്റ്റർ എന്ന് വിളിക്കും, ആ മാസ്റ്റർ എന്ന് വിളിക്കുന്ന, യജമാൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. അതാണ് അദ്ദേഹം അടയാളമായിട്ട് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ ചുംബനം നൽകുമെന്നാണ് അടയാളമായിട്ട് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത്, ഞാൻ യജമാനൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ പിടിക്കേണ്ടത്, അതാണ് നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി. അതെ, ആ യൂദയും പടയാളികളും യേശുവിനെ അന്വേഷിച്ച താമസ സ്ഥലത്തേക്ക് വരാൻ. അപ്പൊ അവരവിടെ എത്തുന്നതിന് മുമ്പേ ദൈവം ഗബ്രിയേൽ മാലാഖയുടെ കൂടെ 3 ആളുകൾ, അതായത് 4 മാലാഖമാർ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ 4 മലക്കുകൾ അവിടേക്ക് വന്ന് വീടിന്റെ മേൽക്കൂര തുറന്ന് യേശുവിനെയും എടുത്ത്, അതായത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും എടുത്ത് തെക്ക് ഭാഗത്തേക്ക് പറന്നു. അതാണ് ബർണബാസിന്റെ സുവിശേഷത്തിലുള്ള വിശദീകരണം. യേശുക്രിസ്തുവിനെയുമായിട്ട് ആ മലക്കുകൾ ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് യൂദ അവിടെ ആ പടയാളികളുമായിട്ട് എത്തി. അവിടെ എത്തിയ ആ താമസ സ്ഥലത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ യൂദാസിന്റെ മുഖം പെട്ടെന്ന് മാറി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെയായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതേ മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല യൂദക്ക് നൽകി. അത് കണ്ട ഉടൻ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തെ നോക്കി യജമാനെ എന്ന് വിളിച്ചു. കാരണം അതേ മുഖാണ്. അത് കേട്ട ഉടൻ ഈ റോമൻ പടയാളികൾ യൂദയുമായിട്ട് യൂദയെ യേശുവാണെന്ന് കരുതി യൂദാസിനെയും എടുത്തിട്ട് ആ കൊട്ടാരത്തിലേക്ക് പോയി. പിന്നീടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിലെല്ലാം കാണുന്നത്. ഏതായിരുന്നാലും പിന്നീട് യഥാർത്ഥത്തിൽ കുരിശിലേറ്റിയത് ഈ യൂദാസിനെയായിരുന്നു.
അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ കൊടുത്തു. ഈ വിവരണം ശരിയാണെങ്കിൽ അള്ളാഹു ആലം. കാരണം നമുക്കറിയാം, ഒരു പ്രവാചകന്റെ അനുയായിയായിട്ട് നടന്ന് ആ പ്രവാചകനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന അത്രയും വലിയൊരു ക്രൂര പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ ആ വചനം ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കുക. മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. യേശു നേരത്തെ പറഞ്ഞതാണ്, അവന് ജനിക്കാതിരുന്നെങ്കിൽ നന്നായേനെ. അപ്പൊ നിങ്ങൾ കുരിശുമരണത്തിന്റെ ആ വിശദീകരണം അല്ലെങ്കിൽ ആ ചിത്രമെല്ലാം നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ നമുക്കും തോന്നിപ്പോകും അവന് ജനിക്കാതിരുന്നെങ്കിൽ നന്നായേനെ. കാരണം ആ രൂപത്തിലുള്ള ഒരു വഞ്ചനക്കുള്ള ശിക്ഷയായിട്ട് അദ്ദേഹത്തിന് എവിടെ വെച്ചുകൊണ്ട് ലഭിച്ചു. അതാണ് ബർണബാസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ യഥാർത്ഥത്തിൽ അവർക്ക് വധിക്കാൻ സാധിച്ചിരുന്നില്ല. അവരുടെ ആ ശത്രുക്കളുടെ ക്രൂരതക്ക് അള്ളാഹ്, കാരുണ്യവാനായിട്ടുള്ള റഹ്മാനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിട്ടുകൊടുത്തിട്ടില്ല. വമാ ഖതലൂഹു യഖീന, അദ്ദേഹത്തെ അവർ കൊന്നിട്ടില്ല എന്നുള്ളത്. എന്താണ് സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത് 158-ാമത്തെ വചനത്തിൽ ബൽ റഫഅഹുല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉയർത്തി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. അതന്നെയാണ് നേരത്തെ ആ ഒരു സുവിശേഷത്തിൽ നമ്മൾ കണ്ട ചിത്രം. മാലാഖമാർ വന്ന് അദ്ദേഹത്തെ ആകാശ ലോകത്തേക്ക് ഉയർത്തി എന്നുള്ളതാണ്. പക്ഷെ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അദ്ദേഹം ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ പാപം പേറാൻ വേണ്ടി കുരിശിൽ രക്തം ചിന്തിക്കിടന്ന് മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് അടക്കം ചെയ്ത് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർക്ക് വധിക്കാൻ സാധിച്ചിട്ടില്ല. ശത്രുക്കളുടെ ആ ഒരു കുതന്ത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്തു. സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ വമക്കറു മക്കറുല്ലാഹി വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവർ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രം കാരണം അവരുടെ ആ തന്ത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവരുടെ കുതന്ത്രത്തെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്തു കളഞ്ഞു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ ബൈബിള് നമ്മൾ പിന്നീട് വായിക്കുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ വചനത്തിൽ കുരിശുമരണം സംഭവിച്ചതിന് ശേഷം യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരതിനെ ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മരണപ്പെട്ടിട്ടില്ല, അവർക്ക് എന്നെ വധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യേശു ക്രിസ്തു അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ. അപ്പൊ ശിഷ്യർ ഒന്നടങ്കം ഞെട്ടാണ്. കാരണം മരണപ്പെട്ട ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നത്. യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ യേശുവാണ്, അത് പ്രേതമൊന്നല്ല, ഞാൻ യേശുവാണ്. ആത്മാവല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള മനുഷ്യനാണ് വന്നെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി യേശു ക്രിസ്തു ശിഷ്യന്മാരോട്, അവിടെ ഉണ്ടായിരുന്ന ജെയിംസിനോടും പീറ്ററോടെല്ലാം തന്നെ തൊട്ടു നോക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അവർ പോയി തൊട്ടു നോക്കി. വീണ്ടും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈസാ നബി അലൈഹി സ്വലാം യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്ന അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മത്സ്യവും അതേപോലെ തന്നെ തേനെല്ലാം എടുത്ത് ഭക്ഷിച്ച് അവരെ കാണിച്ചു കൊടുത്തു എന്നുള്ള, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇതെല്ലാം സുവിശേഷത്തിൽ രചിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വമാ ഖതലൂഹു യഖീന, അവർക്ക് അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സൂറത്ത് ആൽ ഇംറാനിലേക്ക് നമ്മൾ മടങ്ങിയവരാണ്. സൂറത്ത് ആൽ ഇംറാനാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന. അടുത്ത ആയത്ത് 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് ഖാല അല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഇന്നി മുതവഫീക, തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഏറ്റെടുത്തിരിക്കുന്നു. മുതവഫീക, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പദത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. വറാഫിഉക ഇലയ്യ, ഞാൻ നിന്നെ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, നേരത്തെ സൂറത്ത് നിസായിൽ പറഞ്ഞു അതേ പദം റാഫിഉക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ മുതവഫീക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മുതവഫീക എന്നുള്ള പദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചിരിക്കുന്നു, ആ രൂപത്തിലുള്ള അർത്ഥം നൽകിയിട്ടാണ് പിന്നീട് ചില ആളുകൾ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം നൽകിയിട്ടാണ് പിന്നീട് പല ആളുകളും പിന്നീട് രംഗപ്രവേശനം ചെയ്തത്. നമുക്കറിയാം, അപ്പൊ നമുക്ക് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം ഖാദിയാനികൾ അല്ലെങ്കിൽ അഹമ്മദിയാക്കൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം, അവര് ഈ രൂപത്തിലാണ് അതിന് അർത്ഥം നൽകിയത്. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഖബർ കാശ്മീരിലുണ്ടെന്നെല്ലാം വാദിച്ച് രംഗത്ത് വന്ന ഒരു വിഭാഗം ആളുകൾ. യഥാർത്ഥത്തിൽ അക്കാലഘട്ടത്ത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കൊളോണിയൽ സൃഷ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ഖാദിയാനിസം. അതായത് മീർസ ഗുലാം അഹമ്മദ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ അനുയായികൾ. അവര് മസീഹ് ഹിന്ദുസ്ഥാൻ മേ എന്നറിയപ്പെടുന്ന, അതായത് ഈ ജീസസ് ഇൻ ഇന്ത്യ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ എന്ന പേരിൽ ഒരു ഗ്രന്ഥവും അവർ രചിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ അദ്ദേഹം വാദിച്ചത് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടുണ്ട്, ഞാനാണ് മസീഹ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. രസകരമാണ് കാര്യങ്ങൾ. അദ്ദേഹം പിന്നീട് പഞ്ചാബിലുള്ള അമൃത്സറിനടുത്തുള്ള ഖാദിയാൻ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് അവരുടെ ആസ്ഥാനം. ആ ഖാദിയാനിൽ അദ്ദേഹം പിന്നീട് 1906 മനാറത്തുൽ മസീഹ് എന്നറിയപ്പെടുന്ന പേരിൽ ഒരു വലിയ വെള്ള മിനാരവും അദ്ദേഹം പണിതു. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരും എന്ന് പറഞ്ഞത് ഒരു വെള്ള മിനാരത്തിന്റെ അടുത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, നമ്മളതിലേക്ക് തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. പിന്നെ അവസാന ഭാഗത്ത് നമ്മളത് പരാമർശിക്കും.
അപ്പൊ അതിന് സമാനമായിട്ടൊരു വെള്ള മിനാരെല്ലാം അദ്ദേഹം അവിടെ പണിതു എന്നുള്ളതാണ്. അപ്പൊ അവര് തെളിവാക്കാറുള്ള ഒരു ആയത്തുകളിൽ ഒന്ന് ഇതാണ്, ഇന്നീ മുത്തവഫീക്ക. അവിടെ തവഫ എന്നുള്ള പദത്തിന് മരണപ്പെട്ടു എന്നുള്ള അർത്ഥം കൊടുത്തിട്ടാണ് അവര് മുന്നോട്ട് വന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ ആ മരണം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നതെങ്കിൽ ഒന്നാമതായിട്ട് അത് പരിശുദ്ധ ഖുർആനിനെതിരായിട്ട് വരികയാണ്. കാരണം വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇൽ വമാ ഖതലൂഹു യഖീന, അവർക്ക് അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കക്കിടയില്ലാതെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് വരികയാണ്. ഇപ്പൊ യതവഫ അല്ലെങ്കിൽ യതവഫ എന്നുള്ള പദത്തിന് അർത്ഥം യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുക എന്ന് മാത്രമാണ്. ഉറക്കത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലാണ് സൂറത്ത് സുമറിലെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉറങ്ങുന്ന സന്ദർഭത്തിലും മരണ സന്ദർഭത്തിലും ആത്മാവിനെ ഏറ്റെടുക്കുന്നു എന്നുള്ള. അപ്പൊ ഉറങ്ങുന്ന സന്ദർഭത്തിലും മരണപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവ് മാത്രമല്ല മറിച്ച് ശരീരവും ആത്മാവും ഒന്നിച്ച് ഏറ്റെടുത്തു എന്നുള്ളതാണ്. മനോഹരമായിട്ടുള്ള പ്രസ്താവന, അതിമനോഹരമായിട്ടുള്ള പ്രസ്താവന. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന മനോഹരമായിട്ടുള്ള പ്രസ്താവന, ഒമൻ ഫാറഖ റൂഹഹു ജസദഹു ലം യൻസിൽ ജസദഹു മിനസ് സമാ. മനോഹരമായിട്ടുള്ള പ്രസ്താവന. ഒമൻ ഫാറഖ റൂഹഹു ജസദഹു ലം യൻസിൽ ജസദഹു മിനസ് സമാ. ഒരാളുടെ ശരീരവും ആത്മാവും വേർപെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ശരീരം ആകാശത്ത് നിന്ന് ഇറങ്ങി വരില്ല എന്നുള്ള പ്രത്യേകം ചിന്തിക്കത്. ശരീരം ഏത് സന്ദർഭത്തിലും ഭൂമിയിലാണ്. ഏതെങ്കിലും ഒരാൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആത്മാവ് മാത്രമാണ് മുകളിലേക്ക് ഉയരുന്നത്. പിന്നീട് നമുക്കറിയാം ഖബറിൽ വെച്ച് ആത്മാവാണ് തിരികെ വരുന്നത്. ശരീരം ഏത് സന്ദർഭത്തിലും ശരീരം ഭൂമിയിൽ മാത്രമായിരിക്കും. കാരണം ശരീരം എന്നുള്ളത് ആത്മാവിന് നൽകപ്പെട്ട ഒരു കവചം മാത്രമാണ്. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ അതിന് വിരുദ്ധമായിട്ട് ശരീരവും ആത്മാവും ഒന്നിച്ച് ഉയർത്തപ്പെട്ടു. അത് രണ്ടുമാണ് തിരിച്ചു വരുന്നത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്, മനോഹരാണ്. അപ്പൊ ഇവിടെ തവഫ എന്നുള്ള പദത്തിനർത്ഥം മരണമല്ല മറിച്ച് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല ഉദാഹരണം, മറ്റൊരു ഉദാഹരണം സൂറത്ത് നിസായിലെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ യതവഫാഹുന്നൽ മൗത്ത്, മരണം അവിടെ നിങ്ങൾ യതവഫാഹുന്ന അല്ലെങ്കിൽ തവഫ എന്നുള്ള പദത്തിന് മരണം എന്ന അർത്ഥം കൊടുത്താൽ മരണം മരിക്കുക എന്നർത്ഥം വരും. ഹത്താ യതവഫാഹുന്നൽ മൗത്ത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ തവഫ എന്നുള്ള പദത്തിന് അർത്ഥം ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു അർത്ഥത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം അതേപോലെ തന്നെ മറ്റൊരു പദപ്പ് അതിന് സമാനമായിട്ട് അതേ റൂട്ട് വേർഡിൽ കടന്നു വരുന്ന വഫ ഔഫു ബിൽ ഉഖൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറ് പാലിക്കുക എന്നുള്ള അർത്ഥത്തിലെല്ലാം സമാനമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മുതവഫീക എന്നുള്ള പദത്തെ ദുർവ്യാഖ്യാനിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ചതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു, അതേപോലെ തന്നെ നിന്നെ ഉയർത്തി എന്നുള്ളത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. അതേ രൂപത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടു. പക്ഷെ ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനമായിട്ട് ലോകത്തിന് മുഴുവനായിട്ട് വരാനിരിക്കുന്ന ഒരു ദൂതനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ആ സമുദായത്തിന് നൽകിയിരുന്നു. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ലോകത്തിന് മുഴുവനായിട്ടുള്ള മറിച്ച് റസൂലൻ ഇലാ ബനി ഇസ്രായേൽ ദേശത്തിലേക്ക് മാത്രമായിട്ട് അയക്കപ്പെട്ടവനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബൈബിളിൽ നേരത്തെ പറഞ്ഞു സമാനമായിട്ടുള്ള പരാമർശം. പക്ഷെ തനിക്ക് ശേഷം തന്നെ സത്യപ്പെടുത്തിക്കൊണ്ടൊരു പ്രവാചകൻ നിങ്ങളിലേക്ക് ലോകത്തിന് മുഴുവനായിട്ട് വരുമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. സൂറത്ത് സൊഫ്, പരിശുദ്ധ ഖുർആനിലെ 61-ാമത്തെ അധ്യായം സൂറത്ത് സൊഫിന്റെ 6-ാമത്തെ വചനത്തിൽ യാ ബനി ഇസ്രായേൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കുകളാണ്. എനിക്ക് ശേഷം എന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ കടന്നു വരുമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞിരുന്നു. നമ്മൾ പുതിയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. പുതിയ നിയമത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 5 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഞാൻ എന്നെ അയച്ചവനിലേക്ക് ഞാൻ പോവുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ്, ഉയർത്തുകയാണ്. ഞാൻ പോയില്ലെങ്കിൽ സഹായി നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ആ സഹായി എന്നുള്ള പദത്തെ എല്ലാം പാരക്ലീറ്റോസ് ഇതേ രൂപത്തിലുള്ള നിരവധി ചർച്ചകൾ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പോയില്ലെങ്കിൽ ആ സഹായി നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഞാൻ പോയാൽ മാത്രമേ അവൻ വരൂ. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ പാപത്തെക്കുറിച്ചും അതേപോലെ തന്നെ നീതിയെക്കുറിച്ചും അതേപോലെ തന്നെ ന്യായവിധിയെക്കുറിച്ചെല്ലാം അവൻ ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അനുയായികളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക വചനം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചെല്ലാം
ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നുള്ള സുബ്ഹാനല്ലാഹ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനായിട്ട് വരുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചാണ് അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പൊ ഇവിടെ പറയപ്പെട്ട സഹായി യഥാർത്ഥത്തിൽ അത് പരിശുദ്ധാത്മാവാണെന്നെല്ലാം ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വളച്ചൊടിക്കാറുണ്ട്. ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ആ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കാൻ ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ, എന്തിനാണ് വേദക്കാരെ നിങ്ങൾ സത്യത്തെയും അസത്യത്തെയും നിങ്ങൾ കൂട്ടിക്കലർത്തുന്നത്? ഇപ്പൊ ഇവിടെ ആ വചനത്തിൽ ഞാൻ പോയാൽ മാത്രമേ സഹായി വരൂ എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പൊ പോയാൽ വരുന്ന ഒരു സഹായി എന്നുള്ളത് യേശുക്രിസ്തു പോയതിനു ശേഷം വരുന്ന ഒരാളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവാവുക? കാരണം പരിശുദ്ധാത്മാവ് യേശുവിന്റെ മുമ്പ് ഉള്ളതായിട്ട് ബൈബിളിലെല്ലാം കാണാൻ സാധിക്കും. ഞാൻ പോയതിന് ശേഷം ലോകത്തിന് മുഴുവനായിട്ട് അയക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് പറയുന്ന യഥാർത്ഥത്തിൽ അത് വരാനിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള സുവിശേഷം അല്ലെങ്കിൽ ആ മുന്നറിയിപ്പാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നൽകിയത്. ആ പ്രവാചകൻ പിന്നീട് വന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണമെല്ലാം എന്താണ് സംഭവിച്ചതെന്നുള്ളതെല്ലാം അക്കാലഘട്ടത്തുടനീളം അവർക്ക് അവ്യക്തമായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ചിത്രമെല്ലാം പിന്നീട് അറിയുന്നത് പിന്നീട് വന്ന പ്രവാചകനിൽ നൽകപ്പെട്ട ആ പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിൻഗാമിയായിട്ട് പിന്നീട് നൽകപ്പെട്ട പ്രവാചകനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഭൂമിയിൽ നിന്നും പോയതിനു ശേഷം, ഉയർത്തപ്പെട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ അദ്ദേഹം പഠിപ്പിച്ച യഥാർത്ഥ അധ്യാപനങ്ങൾ അത് യഥാക്രമം സൂക്ഷിക്കാനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നീട് പല ആളുകൾ പല രൂപത്തിൽ പറയാണ് ചെയ്തത്. അതായത് അതെല്ലാം ഒരു മുത്തിൽ കോർത്തെടുക്കാനോ അല്ലെങ്കിൽ ഇഞ്ചിയിലെ യഥാക്രമം സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നില്ല. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിന്റെ അനുയായികൾ അവിടെ ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു ശ്രമം അവിടെ നടന്നില്ല എന്നുള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം പ്രസക്തമാകുന്നത്. ഏതൊരു പ്രവാചകനും മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആ സമൂഹം ആ പ്രവാചകൻ നൽകിയ സന്ദേശത്തിൽ നിന്നും കുതറിയോടാൻ പിറകിലേക്ക് പോകാനുള്ള ശ്രമം ഉണ്ടാവും. ആ ശ്രമത്തെ തടഞ്ഞു നിർത്തി യഥാർത്ഥത്തിൽ ആ സമൂഹത്തെ ആ പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ച് നിർത്തുക എന്നുള്ളതാണ് അനുയായികൾ അതാണ് ചെയ്യേണ്ടത്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസക്തമാവുകയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സന്ദർഭത്തിൽ മുസൈലിമ അൽ കസ്സാബ് അതേപോലെ തന്നെ ഹുറൂബ് റിദ്ദകളെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനോഹരമായിട്ട് അവിടെ നിർവഹിച്ചു. അതുകൊണ്ടാണ് പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ചരിത്രം രചിക്കാനെല്ലാം സാധിച്ചത്. അതേ രൂപത്തിലുള്ള ഒരു അനുയായി അവിടെ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിലുടനീളം ആ യഥാർത്ഥ ആദർശത്തിൽ അടിയുറച്ച് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ന്യൂനപക്ഷമായിട്ട് അവിടെയെല്ലാം ജീവിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ച ആളുകൾ, അപ്പൊ ചരിത്രത്തിൽ ജൂയിഷ് ക്രിസ്ത്യൻ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം, അതേപോലെ തന്നെ ഇബിയോനൈറ്റ്സ്, ഇബ്രു ഭാഷയിൽ ഇബിയോനിം എന്ന് വെച്ചാൽ പാവങ്ങൾ എന്നാണ് അർത്ഥം. ഇബിയോനിം ഇബിയോനൈറ്റ്സുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം, അതേപോലെ തന്നെ നാസരീൻ എന്ന അറബിയിൽ വിളിക്കുന്ന മറ്റൊരു വിഭാഗം, അതേപോലെ തന്നെ ഏരിയനിസം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. ഇവരെല്ലാം യഥാർത്ഥത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ച ന്യൂനപക്ഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ അവര് മുറുകെ പിടിച്ച യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ സത്യസന്ധമായിട്ടുള്ള ആദർശം അതിജയിക്കപ്പെട്ടിട്ടില്ല. കാരണം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ വെർഷൻ, ആ പുതിയ വെർഷനുമായിട്ട് പ്രധാനമായിട്ട് ചരിത്രത്തിൽ 2 വ്യക്തികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ 2 വ്യക്തികൾ അവതരിപ്പിക്കപ്പെട്ട യേശുവിനെ സംബന്ധിച്ചുള്ള ചിത്രമാണ് പിന്നീട് ദൗർഭാഗ്യവശാൽ അതിജയിക്കപ്പെട്ടത്. ഒന്നാമത്തെ വ്യക്തി പൗലോസാണ്. പൗലോസിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തതായിട്ടൊരു വ്യക്തി. അദ്ദേഹം ഒരു യാത്രാമധ്യേ യേശു ക്രിസ്തുവിനെ കണ്ടു, യേശു ക്രിസ്തു തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, വെളിപാട് നൽകിയെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം കടന്നു വന്ന് നിരവധി പുതിയ ആശയങ്ങൾ യേശുവിന്റെ പേരിൽ അദ്ദേഹം പടച്ചുണ്ടാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം യേശുവിനെ സംബന്ധിച്ച് നൽകിയ ഭീകര ചിത്രമാണ് ഇന്ന് ദൗർഭാഗ്യവശാൽ ക്രിസ്തു മതമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികൾ, പീറ്ററിനെ പോലെയുള്ള യഥാർത്ഥ അനുയായികൾ ആ സന്ദർഭത്തിലെ പോളിനെ, അതായത് ഈ പൗലോസിനെ എതിർത്തായിട്ടെല്ലാം നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മാത്രമല്ല, മറ്റൊരു ശ്രദ്ധേയമായിട്ടൊരു വ്യക്തിത്വമായിട്ട് കടന്നു വരുന്നത് റോമൻ ചക്രവർത്തിയായിട്ടുള്ള കോൺസ്റ്റന്റൈനാണ്. കോൺസ്റ്റന്റൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, റോമക്കാർക്കിടയിൽ
റോമക്കാർക്ക് കീഴിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായിട്ടാണ് അവിടെ ക്രിസ്തുവിന്റെ അനുയായികൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ക്രിസ്താബ്ദം 324 ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു എന്നുള്ളതാണ്. വളരെ തുച്ഛമായിട്ട് വളരെ ന്യൂനപക്ഷമായിരുന്ന ആ നാട്ടിലുള്ളായിരുന്ന മതമായിരുന്നു ക്രിസ്തുമതം. പക്ഷെ അത്ഭുതം സംഭവിച്ച് അദ്ദേഹം ക്രിസ്തുമതം ആശ്ലേഷിച്ചു, അല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നുള്ള ആ സ്വീകരിക്കാനുള്ള നിരവധി കാരണങ്ങളെല്ലാം പിന്നീട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാൽ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പൂർവ്വമതം, ആ പൂർവ്വമതത്തിലുണ്ടായിരുന്ന പല തത്വങ്ങളും അദ്ദേഹം അതെല്ലാം ചാലിച്ച് ക്രിസ്തുമതത്തിന്റെ ഒരു പുതിയ വെർഷൻ അദ്ദേഹം ഉണ്ടാക്കി തീർത്തു. പുതിയ വെർഷൻ അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ക്രിസ്തുമതത്തിനെ സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ വെർഷൻ. ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹം ക്രിസ്താബ്ദം 325 പ്രസിദ്ധാണ്. ക്രിസ്താബ്ദം 325 നടന്ന നിക്കിയ കൗൺസിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നൈസീൻ ക്രീഡ് എന്നറിയപ്പെടും, ആ നിക്കിയ കൗൺസിൽ വെച്ചിട്ട് അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഇത് മാത്രമാണ് ശരിയായിട്ടുള്ള ക്രിസ്തുമതത്തെ സംബന്ധിച്ചുള്ള വെർഷൻ, ബാക്കിയുള്ളതെല്ലാം അപ്പോക്രിഫയായിട്ട്, അതായത് അതെല്ലാം തകർക്കപ്പെടേണ്ടതാണ്, അതെല്ലാം തള്ളിക്കളയേണ്ടതാണെന്ന് പറഞ്ഞ് അദ്ദേഹം 40ഓളം ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ച് പുതിയൊരു ക്രിസ്തുമതത്തിന്റെ ഒരു വെർഷൻ അദ്ദേഹം അവിടെ മുന്നോട്ട് വെക്കുകയാണ്. ആ 40ഓളം ഗ്രന്ഥങ്ങൾ കത്തിക്കാനുള്ള കാരണം അയാൾ നിർമ്മിച്ച ആ പുതിയ ക്രിസ്തുമതത്തിന്റെ ആശയത്തിനെതിരായിരുന്ന അതിലുണ്ടായിരുന്ന പലതും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ബർണബാസിന്റെ സുവിശേഷം എല്ലാം അവർ തള്ളിക്കളയാനുള്ള കാരണം. അദ്ദേഹം നിരവധി പുതിയ വിശ്വാസങ്ങളാണ് ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്നത്. അതാണ് ക്രിസ്തുമത ദൈവപുത്രൻ എന്നുള്ള സങ്കല്പം, അതേപോലെ തന്നെ കുരിശുമരണം, ഇതേ രൂപത്തിലുള്ള വികലമായിട്ട് ഇന്ന് ക്രൈസ്തവർ കൊണ്ടു നടക്കുന്ന ഒരുവിധം വിശ്വാസങ്ങളെല്ലാം അദ്ദേഹം കൊണ്ടുവന്നാണ്. ഇപ്പൊ ക്രിസ്മസ് ഡിസംബറിന് ആഘോഷിക്കുന്ന ക്രിസ്തുമസ് എല്ലാം ഈ റോമൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ഓരോന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതേപോലെ തന്നെ ത്രിയേകത്വം അക്കാലഘട്ടം വരെ പരിചയമില്ലാത്ത ത്രിയേകത്വം, 3 ദൈവങ്ങൾ എന്നുള്ള സങ്കല്പമെല്ലാം ആ രൂപത്തിൽ പടക്കപ്പെട്ട, യഥാർത്ഥത്തിൽ നിലവിലുള്ള ബൈബിളിൽ പോലും ത്രിയേകത്വത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വചനം പോലും അവർക്ക് ഉദ്ധരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഭാവി അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പറഞ്ഞു അള്ളാഹു 3-ൽ ഒരുവനാണെന്ന് പറഞ്ഞ ആളുകൾ അവിശ്വാസികളായിരിക്കും എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്. ഈ രൂപത്തിലുള്ള ഒരു പുതിയ വെർഷൻ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് അംഗീകരിക്കാത്ത ആളുകളെല്ലാം അദ്ദേഹം നാടുകടത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം മരണപ്പെടുന്നത് അതായത് ക്രിസ്താബ്ദം 337 അദ്ദേഹം മരണപ്പെടുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ എല്ലാം ഏകദേശം 234 വർഷം മുമ്പ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് AD 571 ക്രിസ്താബ്ദം 571 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 337, അതായത് പ്രവാചകന്റെ 237 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം എല്ലാം അരങ്ങേറുന്നത്. പക്ഷെ ആ സന്ദർഭത്തിലും ഞാൻ പ്രത്യേകം ആവർത്തിക്കാണ്, ഇദ്ദേഹം ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ രൂപത്തിലുള്ള തെമ്മാടിത്തം ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം ശരിയായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന, രഹസ്യമായിട്ട് ജീവിക്കുന്ന നിരവധി വിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, അതിന് ഏറ്റവും നല്ല തെളിവാണ് സൽമാൻ ഫാരിസിയുടെ മനോഹരമായിട്ടുള്ള സംഭവമല്ല. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള അദ്ദേഹത്തിന്റെ അതിമനോഹരമായിട്ടുള്ള യാത്രകളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. അദ്ദേഹത്തിന് നിരവധി ക്രിസ്തുമത പുരോഹിതന്മാർ അദ്ദേഹത്തിന് നിർദ്ദേശിക്കുന്നുണ്ട്. അവര് യഥാർത്ഥത്തിലുള്ള ആ മതത്തിലേക്ക് അദ്ദേഹം അവസാനം എത്തിച്ചേരുന്ന ആ സംഭവം നമ്മൾ പരിശോധിച്ചാലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിലുള്ള ആ ഒരു ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗം അവിടെ അക്കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ സൂറത്ത് ആൽ ഇംറാനിലേക്ക് നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ, നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ആൽ ഇംറാനിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സൂറത്ത് ആൽ ഇംറാനിൽ മുന്നോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണ്. മനോഹരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പിന്നീട് സൂറത്ത് ആൽ ഇംറാനിൽ നിരവധി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രങ്ങൾ നൽകുന്നുണ്ട്. ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം സൂറത്ത് ആൽ ഇംറാനിൽ കടന്നു വരുന്നുണ്ട്. അത് നമ്മൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ അത്ഭുതപ്പെടുന്ന നിരവധി സാമ്യതകൾ കാണാൻ സാധിക്കും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും നമ്മൾ ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനത്തുണ്ടായിരുന്ന ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കി. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അക്കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ അവിശ്വസിച്ചു. അതേപോലെ തന്നെ മദീനയിൽ ജൂതന്മാരുടെ മുകളിൽ പ്രവാചകന്മാരുടെ മുഖ്യ ശത്രുവായിട്ട്, അതായത് അവിടെ ഏറ്റവും വലിയ പവറായിട്ടുള്ളത് മക്കയിലുള്ള ഖുറൈശികളായിരുന്നു. സമാനമായിട്ട് ഇവിടെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതകാലത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ള പവറായിട്ട് റോമൻ സാമ്രാജ്യം നിലവിലുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ
ഈ മുഖ്യ ശത്രുക്കൾ, അതായത് ഖുറൈശികളോടൊപ്പം ചേർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം. അതേ സന്ദർഭത്തിൽ ഇവിടെയും സമാനമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തും അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ജൂതന്മാർ റോമക്കാരുമായിട്ട് ചേർന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സൂറത്ത് ആൽ ഇംറാനിൽ ഒരല്പം കൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നുള്ള ഒരു കിംവദന്തി ശത്രുക്കൾ പരത്തുന്നുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരല്പം കൂടെ മുമ്പോട്ട് വായിച്ചാൽ ഉഹദിന്റെ ചരിത്രം പറയുന്നുണ്ട്. സമാനാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിച്ചെന്ന് ശത്രുക്കളായിട്ടുള്ള ആളുകൾ അതേ രൂപത്തിലൊരു കിംവദന്തി അവിടെയും പരത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല. ഇവിടെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർക്ക് വധിക്കാൻ സാധിച്ചിരുന്നില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച ആളുകൾ അൻസ്വാറുകൾ, അവിടെയും നമ്മൾ സമാനമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു കാര്യത്തിലും മൻ അൻസ്വാരി ഇലല്ലാഹ് സമാനമായിട്ടുള്ള പദങ്ങളെല്ലാം അവിടെയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ സൂറത്ത് ആൽ ഇംറാന്റെ ഈ ഒരു ഭാഗം നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് കടന്നു വരും. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങി വരവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായിട്ട് അവസാനത്തെ ഭാഗമായിട്ട് 4-ാമത്തെ ഭാഗത്ത് സൂചിപ്പിക്കാം എന്നാണ് കരുതുന്നത്. അതാണ് ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നതാണ്. കാരണം ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ഭാഗത്ത് ഇൻഷാ അല്ലാഹ് അതുമായിട്ട് 2-ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായിട്ട് മനസ്സിലാക്കാനും യഥാർത്ഥ പ്രവാചകന്മാരുടെ യഥാർത്ഥ പാതയിൽ അടിയുറച്ചു നിൽക്കാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.